അസ്സലാമു അലൈക്കും. കുറേ കാലത്തിന് ശേഷം മൂസിനെ കണ്ടു. കല്യാണത്തിൻ്റെ പരിപാടിക്ക് പോകാൻ റെഡിയായി, ഡ്രസ്സൊക്കെ മാറ്റി. ഇതാ ഡ്രസ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതേ ഡ്രസ്സിൽ തന്നെ നമ്മളെ മോസിനും നമ്മളെ കൂടെയുള്ള സൈനുൽ ആബിദൊക്കെ ഉണ്ട്. നമുക്ക് അവരൊക്കെ കാണാം. അങ്ങോട്ട് പോയേക്കാം. പോവാ മൈക്ക് വീണു പോയി, തള്ളി തള്ളി. ബായ്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഹുസൈനോട് സലാം പറഞ്ഞ് സലാം കൊടുക്ക് മുസിയെ. രണ്ടിണപ്പൂ ചെണ്ടിൽ എന്നുള്ള പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഷുക്കൂർ ഉസ്താദിൻ്റെ മോള് ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് രാത്രി വന്നപ്പോൾ ഉസ്താദിൻ്റെ മോള് അടുത്തേക്ക് ഓടി നിന്നിട്ട് രണ്ടിണപ്പൂ ചെണ്ടിൽ പാടണം എന്ന് പറഞ്ഞിട്ട് വന്നതാ. പാടോ കറക്റ്റ് പാടോ. വരികൾ എനിക്കെന്നെ ഓർമ്മല്ല, പാടി വെക്കാം. വാ ബിസ്മില്ല. ഇവിടെ പാടണ മോളെ. റെഡി 1 2 3 സ്റ്റാർട്ട്. രണ്ടിണപ്പൂ ചെണ്ടിൽ രാജസല്ലഭങ്ങളോ പുന്നാരപ്പൂം കിന്നാരങ്ങളോ കണ്ണോരം ഞാനും നീ എന്ന രാഗം എന്നാളും നമ്മിൽ നിറയുമനകതാരം മരതകമഞ്ചും നീളെ മിഴികളിൽ കിനാക്കളോ മരതകമഞ്ചലിലാടും മകരതാരുകങ്ങളോ ചന്തത്തമന്നത്തിരു. ബാക്കി വാരി എനിക്ക് കിട്ടണില്ല. എല്ലാം എൻ്റെ താഹ കൊതി ചൊല്ലാമിങ് വാവാ മുത്തേ ആമോല. നാണം വന്നോക്കെ. അസ്സലാമു അലൈക്കും. നമ്മള് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിപാടി, പെട്ടെന്ന് ഒരാൾ വിളിക്കുന്നു, നമ്മൾ പരിപാടിക്ക് ഇറങ്ങുന്നു. പിന്നെ മൂസിനെ പെട്ടെന്ന് വിളിച്ചു, ഉസ്താദിനെ പെട്ടെന്ന് വിളിച്ചു. നമ്മളെ വണ്ടിയായിട്ട് കൂട്ടാൻ വന്നത് അസ്ഫാൻ കമ്പിത്തോൺ. നമ്മളിന്ന് പരിപാടിക്ക് പോകുന്നത് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്താണ്. സത്യം പറഞ്ഞാൽ ഈ പരിപാടി എങ്ങനെ ഉണ്ടായറിയോ, ഇന്നലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോണ്ട് ഒരു നമ്പറിന്ന് 12 മിസ് കോള്. ഞാൻ പടച്ചോൻ ഇത് ആരിത്, ഹലോ 12 മിസ് കോൾ ഇന്നലെ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു നമ്പറിന്ന്, അറിയാത്ത നമ്പർ. ഞാൻ പെട്ടെന്ന് ബേജാറായി, വേഗം തിരിച്ചു വിളിച്ചു, ഹലോ പിന്നെ ആരേനും. അവ പറഞ്ഞ് ഞങ്ങൾ നാദാപുരത്തു നിന്നാണ്, ഞങ്ങളെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട് ഹൗസ് വാമിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് നാളെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു ടീമുമായിട്ട് വന്ന് കുറച്ച് മധുഹൊക്കെ പാടിയിട്ടുള്ളൊരു പരിപാടി നടത്തി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അടച്ചാന് നാളത്തെ ദിവസം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് അവിടെ ഈവനിങ്ങിൻ്റെ ടൈമിന് പോയിട്ട് കയറി തിരിച്ച് ഇങ്ങോട്ടൊക്കെയുള്ള ഒരു പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉടനെ മൂസിനെ വിളിച്ചു. നമ്മളെ ദഫമുട്ട ഹുസൈനാർ ഉസ്താദ്, വേറെ 2 സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്. ആരൊക്കെയാണ് നമുക്ക് അടുത്തിട്ട് കാണാം. ഒരങ്ങോട്ട് എത്തുകയാണ് ചെയ്യുക. പിന്നെ നമ്മളെ അസ്ഫാന് നമ്മളെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്തു. ഇനി നമുക്ക് നാദാപുരത്ത് എത്തിയിട്ട് എന്താണ് പരിപാടി, അവിടെ ആരൊക്കെ ഉള്ളത് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുവെക്കാം. അങ്ങനത്തെ ഒരു പ്രതീക്ഷിക്കാത്തൊരു വ്ളോഗാണ്, യാത്രയാണെന്ന് പോയേക്കാം. നമ്മളെ പറഞ്ഞ സ്ഥലത്തെത്തിട്ടാ ഞാൻ പറഞ്ഞതാ ഒന്നുകൂടി നമ്മളെ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആളെ കിട്ടിയിട്ടാ. ഇനി നമ്മൾ പരിപാടി തുടങ്ങാൻ പോയത് മാഷാ നല്ലൊരു വീട് കിട്ടാ. ഈ വീടിന്റെ ഹൗസ് വാമിങ്ങിന് നമ്മൾ വന്നത്.
അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി തോന്നുന്നത് നാസിഫിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂര് കഴിഞ്ഞാല് നാദാപുരം തോന്നുന്നുണ്ട്. സത്യം അല്ലേ? ഞാൻ ഇതില് തുടക്കത്തിൽ പറഞ്ഞേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നാടാ ഇത്. ഇഷ്ടപ്പെട്ട് മാത്രമല്ല നാട്ടുകാരും. അപ്പോ ഈ നാട്ടിലെ പിന്നെ എന്താ TK അഹമ്മദ് ഒരു പേര് കറക്റ്റ് ചോദിക്കണോ അല്ലെ അടി കിട്ടോ? ഓരോ വീട്ടിന്റെ ഹൗസ് വാമിങ്ങിന്റെ പരിപാടിക്ക് വന്നത്. പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പൊ പരിപാടി തുടങ്ങാൻ പോകുന്നത് തുഫൈൽ ഉസ്താദിന്റെ കൂടെ. തുഫൈൽ ഉസ്താദിന്റെ മെയിൻ എന്താ അറിയോ? ഹൈറ്റ്. പിന്നെ നമ്മളെ സ്വന്തം അമീൻ ഉസ്താദുണ്ട്, ജുബ്ബ എന്റെ തൊപ്പിയൊക്കെ ഇട്ടു. തുടങ്ങാം. സ്റ്റാർട്ട് നൗ. ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്ന്. തുഫൈൽ ഉസ്താദ് അറബിക് സ്റ്റൈലില് ഫാത്തിഹ വിളിക്കുന്ന കാരണം. ബിസ്മില്ലാ. يا حضرة روح حبيبنا وسيدنا قرة أعيننا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا رسول الله السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله. തുഫൈൽ ഉസ്താദിന്റെ ഫേവറേറ്റ് യാ ത്വയ്ബ. يا طيبة يا طيبة يا داوى العيانا اشتقنا لك والهوى نادانا والهوى نادانا. يا طيبة يا طيبة يا داوى പരിപാടി കഴിഞ്ഞ് അസ്ഫാൻ പോവാ. പരിപാടി കഴിഞ്ഞതാ തിരക്കുള്ള മനുഷ്യ സാറ് പോവാ. ഇവിടെ ജംഗ്ഷൻ കിട്ടും. ഇവിടെ നേരെ സൈറ്റ് പോയിക്കോളാം. ഓ എല്ലജി പറഞ്ഞ പോലെ. ഓ ശരി. ശരി.